സാധാരണ നമ്മുടെ അതിഥിയെ പേര് പറഞ്ഞാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇന്നത്തെ അതിഥിയുടെ പേര് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെയെല്ലാം അഭിമാനമാണ്. ലോകം മുഴുവൻ ഏത് സമയത്തും കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ഉടമയാണ്. ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഞാൻ ആ സ്വകാര്യ അഹങ്കാരത്തോടു കൂടി തന്നെ ഈ അതിഥിയെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഞാനിപ്പോൾ ദാസേട്ടനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. കുറേ നാളുകൾക്ക് ശേഷമാണ് ദാസേട്ടൻ. അപ്പോൾ എനിക്ക് ഒരുപാട് വിശേഷങ്ങളല്ലാതെ തന്നെ ചോദിച്ചറിയാനുണ്ട്. ഞാൻ എപ്പോഴും ദാസേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കരിയറിലേക്ക് ദാസേട്ടൻ എൻട്രി ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഗായകൻ എന്ന നിലയിലേക്ക് ഈ മേഖലയിലേക്ക് പാട്ട് പാടിക്കൊണ്ട് തുടങ്ങുന്നു. അന്ന് ദാസേട്ടൻ പടവുകൾ ചവിട്ടിക്കയറി തുടങ്ങിയതാണ്. പിന്നെ ദാസേട്ടൻ ഒരിക്കലും ഒരു കരിയറിൽ ഒരിക്കലും ഒരു ഗ്രാഫ് ദാസേട്ടന് താഴ്ന്നിട്ടില്ല. അതിങ്ങനെ അവിടെ ഒരു ചെറിയൊരു തിരുത്തലുണ്ട്. ഞാൻ ചവിട്ടി കയറിയതല്ലേ, എന്നെ ചവിട്ടാൻ അനുവദിച്ച ദൈവമാണ്. അതെ അതെ, അങ്ങനെ ദാസേട്ടൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു കാരണം ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ദാസേട്ടൻ പറഞ്ഞ പോലെ ദൈവം അനുഗ്രഹിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യമാണ് എന്ന് പറയാം എന്നായിരിക്കും അതിൻ്റെ ഉത്തരവും. പക്ഷേ അത് സംശയിക്കുക വേണ്ട. ഇല്ല, ഞാൻ ആ ഒരു സംശയമല്ല ചോദിക്കുന്നത്. പക്ഷേ എന്നാലും ദാസേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ നമ്മളിപ്പോൾ പറയും നമ്മൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഇതും വെച്ച് നോക്കുമ്പോൾ ഈ ശ്രമിക്കാനുള്ള ബോധം കൂടി അവനാണ് തരുന്നത്. അവന് നമുക്കറിയാത്തൊരു വലിയ രഹസ്യം പുറകിൽ കിടപ്പുണ്ട്. കാരണം ആരെന്താകണം, എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. കാരണം ജൂഡാസിനോട് ക്രൈസ്റ്റ് പറഞ്ഞത് തന്നെ, ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയ ശിഷ്യന്മാരിലൊരു നല്ലൊരു വളരെ ധനികനായിരുന്നു. അങ്ങനെ ഒരു 10 വെള്ളിക്ക് വേണ്ടി അദ്ദേഹം ഒന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോഴിത് ചെയ്യേണ്ട ആൾ അങ്ങേരാണ്, അല്ലെങ്കിൽ ഈ ഒരു കർമ്മം നടക്കില്ല. അപ്പോൾ ആ ഒരു ദുർപ്രവൃത്തി ചെയ്യാൻ ഒരാളെ ജനിപ്പിച്ചിട്ടുണ്ടാവും ഇവിടെ ദൈവത്തെ. അതുകൊണ്ട് അവിടെ വേറൊരു ഭാഗം കൂടി പറയാം. അർജുനനോട് കൃഷ്ണനും അത് തന്നെ പറഞ്ഞത്. അർജുന, നീ ഇതൊന്നും വരളണ്ട, ദുര്യോധനനും ഞാൻ തന്നെയാണ്, അർജുനനും ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സർവ്വവും ആ ബ്രഹ്മമയമാണത്. അതിനകത്ത് നല്ലതും ചീത്തയൊക്കെ അദ്ദേഹം തന്നെയാണ്. പിന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ്. ആ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അവർ തന്ന പാഠങ്ങൾ അത് ശരിക്കും ഗ്രഹിച്ച് അതെങ്ങനെ അതിനി പ്രാക്ടീസ് ചെയ്യാൻ, നമുക്ക് വരാത്ത കാര്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. അത് തോന്നണ്ടേ നമുക്ക്, അത് തോന്നിച്ചതും അവൻ തന്നെയാണ്. ഇതെന്ത് പറഞ്ഞു വന്നാലും അവിടെ പോയി നിൽക്കും. അതാണൊരു പ്രശ്നം. പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ ഒക്കുകയും പറ്റില്ല. എന്താണ് ദാസേട്ടാ ഈ ഒരു പാട്ട് പാടണം എന്നുള്ളൊരു മോഹം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും പാടുന്നത് കാണുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ? തീർച്ചയായിട്ടും എൻ്റെ അപ്പച്ചൻ, അതായത് എൻ്റെ അപ്പച്ചൻ ആണ് ഇതിൻ്റെ കാരണക്കാരൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു നല്ല സംഗീതജ്ഞനായിരുന്നു. പഠിച്ചിട്ടല്ല, അത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം കേൾവിയോട്ട് പഠിച്ചതാണ് അദ്ദേഹം. കുറച്ചൊക്കെ എന്തൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ കൊച്ചിലേ മുതൽ കൊണ്ട് എനിക്ക് എൻ്റെ ജന്മത്തിൽ ജനിച്ചത് ആ കുടുംബത്തിൽ പോയി ജനിക്കാൻ തന്നെ ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. പഠിപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. നീ പാട്ട് പഠിക്കണം. അതുപോലെ ഞങ്ങൾ 5 പേരാണ്. അതിൽ 4 പേർക്കും പാടാനൊക്കെ നല്ല ഇതൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ അവരോടൊന്നും പറഞ്ഞു, അതൊന്നും വേണ്ട, ഇയാൾ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയും ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചല്ലോ എന്നുള്ളതല്ല. അങ്ങനെ ഒരു അച്ഛൻ, അതായത് ആരെന്ത് ചെയ്യണമെന്ന് അറിയാനുള്ള ബോധമുള്ള ഒരു അച്ഛനെ കിട്ടി. പിന്നെ ഒന്ന് കുടുംബത്തിൽ സംഗീതം, ഞങ്ങളുടെയൊക്കെ ആ കാലത്തൊക്കെ ക്രിസ്ത്യാനികൾ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രശ്നമായിരുന്നു. എന്താ ഭാവര എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ആ ഭാവര എന്താ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇനി എങ്ങനെ ജീവിക്കുക, പഠിപ്പിക്കേണ്ട ഒന്നും മറുപടി പറയില്ല. അപ്പോഴൊക്കെ അദ്ദേഹം എന്തോ കണ്ടിരുന്നു എന്നുള്ളതായിരിക്കണം ഇപ്പോഴത്തെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നുന്നത്. ഏത് പാട്ടായിരിക്കും ദാസേട്ടൻ ആദ്യം കേട്ടിട്ടുണ്ടാവുക? അങ്ങനെ ഓർക്കാൻ പറ്റുന്നുണ്ട് ഏതെങ്കിലും ഒരു പാട്ട്? എനിക്ക് നല്ല ഓർമ്മയുണ്ട് പങ്കജ് മല്ലിക്കിൻ്റെ. അദ്ദേഹത്തിന് എനിക്ക് കാണാനൊത്ത് വലിയൊരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഫോട്ടോ എടുപ്പിച്ചു. എനിക്ക് ഫസ്റ്റ് അവാർഡ് കിട്ടുമ്പോൾ പങ്കജ് മല്ലിക്കിനെ കാണാനിടയായി. അവിടെ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടുമില്ല, ഒരിടത്ത് അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. ഫോട്ടോ അതൊരു മനസ്സിലുണ്ട്. ചലേ പവൻ കി ജോ ജഗ് മേ ചൊല്ലേ പവൻ കി ജോ എന്ന് പറയുന്നത് ആ പാട്ടാണ് ആദ്യം കേട്ടത്. അത് അന്ന് ഏതാണ്ട് എത്ര വയസ്സുണ്ടാവും? എനിക്ക് 2-3 വയസ്സേ ഉള്ളൂ. ഞാൻ ഏതോ ബുക്കിൽ വായിച്ചാണ് 1947 ഓഗസ്റ്റ് 15 ദാസേട്ടനൊരു മൈക്കിൻ്റെ മുമ്പിൽ വന്ന് പാടുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്നാണ് കൊച്ചിയിൽ TDM ഹാളിൽ വെച്ചിട്ട്. അതിന് വലിയൊരു സാക്ഷി അഭയദേവ് സാറിൻ്റെ എല്ലാ വരികൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ദക്ഷിണാമൃത സ്വാമിയുടെ ട്യൂണാണത് എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ എനിക്ക് പറഞ്ഞതെന്നാണ്.
വന്ദേ മാതരം അതിൻ്റെ ആ അമയ്പ്പൊക്കെ കേട്ടിട്ട് എനിക്കിപ്പോഴും അതിൽ എനിക്ക് എൻ്റെ സ്വാമിയുടെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ആയിരിക്കാം, സ്വാമിയോട് ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് അറിയാനൊക്കും. വന്ദേ മാതരം വാഴ്ത്തിയ മുനിയേ പാരിൽ വൻ പുകൾ കൊണ്ട ഇതൊക്കെ കേൾക്കുമ്പോൾ ആ പോക്കാണ്. കൊണ്ട കൃപാനിധിയെ വന്ദേ മാതരം വാഴ്ത്തിയ മുനിയേ. അത് ആ പാട്ട് പാടിയിട്ടാണ് എനിക്കൊരു കപ്പ് കിട്ടിയത്. പിന്നീട് ദാസേട്ടന് SSLC കഴിഞ്ഞ് നമ്മൾ തൃപ്പൂണിത്തുറ സംഗീത കോളേജിൽ പഠിക്കുന്നു. അവിടുന്ന് പിന്നെ തിരുവനന്തപുരത്ത് വരുന്ന സംഗീതം പഠിക്കുന്നു അല്ലേ? അതെ. പിന്നീടാണ് അതായത് തൃപ്പൂണിത്തുറ പഠിക്കാൻ പോകുമ്പോഴേക്കും ഞാൻ അതിന് മുൻപ് തന്നെയൊക്കെ ശിവരാമൻ നായർ, രാമൻകുട്ടി ഭാഗവതർ, ആദ്യത്തെ ഗുരു എൻ്റെ കുഞ്ഞമ്പേലു ആശാനായിരുന്നു. കുഞ്ഞമ്പേലു ആശാൻ കഴിഞ്ഞ ഒരു ജോസഫ് സാർ വന്നിരുന്നു, PJ ജോസഫ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശിവരാമൻ നായർ മാഷിൻ്റെ അടുത്ത് പോയത്. അത് TDM ഹാളിൻ്റെ പുറകിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കലാലയം. അവിടെ കുറച്ച് കാലം പഠിച്ചു. അതിനുശേഷമാണ് SSLC ഇതായിട്ട് ഞാൻ നേരെ മ്യൂസിക് അക്കാഡമി പോയത്. അവിടെ 4 വർഷത്തെ കോഴ്സ് ഒരു 3 വർഷം കൊണ്ട് ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അവർ 1 വർഷം വിട്ടു തന്നു. ശരി. അന്ന് ഡിഗ്രി ഒന്നുമില്ല, ഗാനഭൂഷണം ഇതാണ്, ഡിപ്ലോമയാണ്. അത് കഴിഞ്ഞിട്ട് സംഗീത വിദ്വാൻ എന്നുള്ള കോഴ്സിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി. അവിടെയാണ് ചെമ്മാങ്കുടി സ്വാമിയായിട്ട് 1 വർഷം കഴിഞ്ഞുകൂടാനുള്ള ഭാഗ്യം കിട്ടി. അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത് ഹയർ സ്റ്റഡീസിലൊക്കെ. അപ്പോൾ അങ്ങനെ 1 വർഷം കഷ്ടിച്ച് തള്ളിപ്പോയി. അപ്പോൾ താമസിക്കാനും ഭക്ഷണത്തിനൊക്കെ ഈ തിരുവനന്തപുരത്തുള്ള വിഷമത കൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ അറിയാതെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ സ്വാമിയുടെ കാർഡ് ഷെഡിലോട്ട് പ്രവേശിച്ചു, അദ്ദേഹത്തിന് അനുവാദം ഇല്ലാണ്ട്. അങ്ങനെ അവിടെ ഇങ്ങനെ കൂടി കാറൊക്കെ തുടയ്ക്കുക. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അതിനെപ്പറ്റി, ആരാണ് പുതിയതെന്നൊന്നും ചോദിച്ചില്ല. അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അപ്പോൾ മിക്കവാറും ആ പയ്യനും പറഞ്ഞു കാണും വിഷമതകളുണ്ടായിരിക്കാം എന്നുള്ളത്. അങ്ങനെ അവിടെ നിൽക്കും. അവിടെ നിന്ന് അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് അതിന് തൊട്ടപ്പുറത്ത്, ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ വീടിൻ്റെ മൂലയ്ക്ക്. അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ദേവി എന്നെ ശരിക്കും ഒന്ന് അനുഗ്രഹിച്ചു എന്ന് തോന്നുന്നു. അത് സാധാരണ അങ്ങനെയാണ് പറയാറ് തമിഴ്നാട്ടിൽ. ചിക്കൻ പോക്സ് പോലെ വന്നു. ശരി. അത് കഴിഞ്ഞ് നേരെ സ്വാമി പറഞ്ഞു ഇങ്ങനെ പോയി നീ വീട്ടിൽ പോയിട്ടൊക്കെ ശരിയായിട്ടൊക്കെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അത് അവന് നല്ല ഭാഗ്യം കിട്ടിയെന്ന് തോന്നുന്നു, ദേവി അനുഗ്രഹിച്ചു എന്ന് തോന്നുന്നു. അതിനുശേഷം എനിക്ക് തിരിച്ചു വരാനൊത്തില്ല ഇങ്ങോട്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ സന്തോഷിക്കുന്നത് ഞാനിപ്പോഴും വിദ്വാനല്ല, വിദ്വാൻ കോഴ്സിനാണല്ലോ പോയത്. അത് പാസ്സായില്ല. അത് പാസ്സാകാനൊക്കെ ആയതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വിദ്വാനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്വാനായിട്ടില്ല. ഇല്ല. ഇതുപോലെ തന്നെ എറണാകുളത്തൊരു ഇതിന് ഞാനും ML വസന്തകുമാരിയാണ് അമ്മയാണ്, അവരാണ് ജഡ്ജ്. അപ്പോൾ തൃശ്ശൂർ രാമേന്ദ്രനും ഞാനും ഫൈനലിൽ വന്നു. ഞാൻ ഭൈരവി പാടി, അദ്ദേഹം വേറെ എന്തൊക്കെ പാടി. സെക്കൻഡ് പ്രൈസ് എനിക്ക് കിട്ടി, അദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അല്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്തെങ്കിലും കിട്ടിയല്ലോ. സെക്കൻഡ് പ്രൈസ് കിട്ടിയ വെള്ളി പാത്രം ഇന്ന് ആനവാതുക്കൽ കൊച്ചിയിലുള്ള അവിടെ കുറേ സ്കൂളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇത് കുങ്ങിണികളുടെ സ്കൂളുകളൊക്കെ ഉണ്ട്. ആ സ്കൂളിൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ്റെ അടുത്ത് ഫാദർ കൊടുത്തിട്ട് കഴിഞ്ഞ വർഷമാണ് അത് എന്നോട് അറിയിക്കുന്ന ഒരാൾ. ഞങ്ങളവിടെ വീട്ടിലുണ്ടായിരുന്ന വിഷമതകളുണ്ട്. അച്ഛൻ പറഞ്ഞു ഇത് ആർക്കും കൊടുക്കരുത്, അവൻ ആദ്യം കിട്ടിയൊരു പ്രൈസാണ്, എന്നെങ്കിലും അവനത് തിരിച്ചു വന്ന് വാങ്ങിക്കും. ആ സത്യവും ധർമ്മമുള്ള അയാൾ അത് വെച്ച് ഇപ്പോഴും പൂജിക്കുകയാണ്. കൃഷ്ണൻ്റെ അവിടെ വെച്ച് പൂജിക്കുന്ന പാത്രമാണത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിതിപ്പോൾ തരാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ ഒരുപാട് കാലം പൂജിച്ചാണ്, ഇനി ഞാൻ പറഞ്ഞു അത് എനിക്ക് തരണമെന്നില്ല, ഞാൻ വളരെ സന്തോഷിക്കുന്നു. തിരിച്ച് ദാസേട്ടനെ കിട്ടുന്നതിനേക്കാളും നമുക്ക് എന്ത് സന്തോഷമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല അത് തരണം, എനിക്കൊരു കടമയുണ്ട്, എൻ്റെ മക്കൾ ഇത് ചിലപ്പോൾ അത്രയും പ്രാധാന്യം ഇതിന് കൊടുത്തില്ലെന്ന് വരും, ചിലപ്പോൾ അവർ വിറ്റെന്ന് വരും. ഞാൻ അദ്ദേഹത്തിനോട് കൊടുത്ത വാക്ക് ഞാൻ ഇപ്പോഴും പാലിക്കും. അതുകൊണ്ട് മോൻ അതേ തൂക്കത്തിലുള്ള ഒരു പാത്രം എനിക്ക് ഉണ്ടാക്കി തന്നാൽ ഞാനിതങ്ങ് തയ്ച്ചു. അങ്ങനെ ഒരു കണ്ടീഷനിലിരിക്കുകയാണ്. ഞാൻ പാത്രം ഉണ്ടാക്കി എറണാകുളത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇനി അതുകൊണ്ട് കൊടുക്കണം, മറ്റേത് വാങ്ങിക്കണം. ഈ പഠനകാലം കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ദാസേട്ടാ സിനിമയിലേക്കുള്ളൊരു മോഹം വരുന്നത്? സിനിമയിൽ പാടണം മോഹമല്ലല്ലോ എനിക്ക്. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് KS ആൻ്റണിയും വൈക്കം ചന്ദ്രൻ, ഇവിടെയൊക്കെയാണ് ഒരു മഹത്തുക്കളൊക്കെ നമ്മൾ കാണേണ്ടത്. വൈക്കം ചന്ദ്രൻ അന്ന് ചെറുപ്പമാണ്, ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 35 വയസ്സ് 30 വയസ്സൊക്കെ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ എനിക്ക് 20 വയസ്സായിട്ടില്ല, 20 വയസ്സ് താഴെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വാസ്തവത്തിൽ ആ പടത്തിൽ പാടാം. എന്നിട്ട് എന്നെ വന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് ചെയ്യണം അദ്ദേഹം, വൈക്കം ചന്ദ്രൻ.
ഈ കാൽപ്പാടുകൾ എന്ന് ഈ പറഞ്ഞാൽ കാൽപ്പാടുകൾ എന്ന പടത്തിന് വേണ്ടിയിട്ട് ഏകേശാന്യം കൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ റൂമിൽ ഞാൻ താമസിക്കുക തൃപ്പൂണിത്തുറയിൽ. അത് എൻ്റെ റൂമല്ല, ചന്ദ്രോത്ഭവൻ്റെ, എൻ്റെ ചേർത്തലയിലുള്ള ചന്ദ്രോത്ഭവൻ്റെ റൂമാണ്. അതിൽ ഞാൻ പതുക്കെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി കയറി വന്നു. അത് നിർത്തണ്ട പാടിക്കുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു അത് നടക്കും. അപ്പോൾ ഉടനെ പറഞ്ഞില്ല, ഇദ്ദേഹം പ്രൊഡ്യൂസർ KS ആൻ്റണിയാണ്, ഡയറക്ടർ KS ആൻ്റണിയാണ്, മോൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു ചാൻസ് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ആട്ടെ, ഞാനൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യം. അപ്പോൾ ഇതൊരു പെട്ടെന്ന് കണ്ട് അങ്ങനെ ഞാനിങ്ങനെ അന്താളിച്ചുമില്ല, കാരണം ഇത് എന്താണെന്ന് അറിയില്ല എനിക്ക്, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വരുന്നത്. അവിടെയും KS ആൻ്റണി വന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട് കൂട്ടാ, വരണം കേട്ടോ, ഞാൻ വിളിക്കാം. ഓ, അങ്ങനെയാണ് ഈ 1 വർഷം കഴിഞ്ഞ് തിരിച്ചങ്ങ് പോയത്. തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഒരു കമ്പി വന്നു, പുറപ്പെട്ടു വരണമെന്ന്. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു തങ്ങളുണ്ട് കൊച്ചിയിൽ. തങ്ങൾ പണമൊന്നുമുള്ള ആളല്ല, ഞാൻ ഞങ്ങളെ പോലെയൊക്കെ തന്നെയൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഞാനും തങ്ങളും ഒരു ടാക്സി ഡ്രൈവർ മത്തായി ഉണ്ട്. അദ്ദേഹം ഞങ്ങൾ കൂട്ടുകാരാണ്, ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞ് മാറ്റുകയല്ല, കൂട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ, നമുക്ക് അന്ന് ജോലിയൊന്നുമില്ല. അപ്പോൾ ഉടനെ ഈ വിവരം കിട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി ഞങ്ങൾ, ഞാനും തങ്ങളും. മത്തായി വന്ന് വണ്ടിയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനിൽ മദ്രാസിലേക്ക് വിടുകയല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറകിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഗുണമെന്ന് പറഞ്ഞപ്പോൾ, എന്താണ് രണ്ടും കൂടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളാണേ, ശരിയൊക്കെ തന്നെയൊക്കെ അടിക്കും. എന്താണ് നിങ്ങൾ രണ്ടും കൂടി എന്താ കുമ്പസാരിക്കണമെന്നൊക്കെ അതൊന്നുമില്ല. തങ്ങൾ പറഞ്ഞത് പോകാൻ ടിക്കറ്റ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, അങ്ങനെയാണ് എന്തോ ഒരു 10-16 രൂപയോ 17 രൂപയോ എന്തോ, അന്ന് 11 രൂപ എന്തോ ഒക്കെയാണ്. എന്നാൽ ടിക്കറ്റ് വളരെ കുറവാണ്. അതും കഴിഞ്ഞാൽ ബാക്കി ആവശ്യം വെച്ചിട്ടാണ് ഞാൻ മദ്രാസിൽ പോകുന്നത്. അപ്പോൾ ആകെ അന്ന് മുതലേ ഉള്ള കടം ഇത്രയേ ഉള്ളൂ. പിന്നെയൊക്കെ ദൈവം നിന്ന് ബോണസാണ്. മദ്രാസിൽ എന്നിട്ട് കുറേ നാൾ അവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് ഈ വിധി എന്ന് പറയുന്നതിന് ഞാൻ പാടേണ്ട പാട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അന്ന് ശാന്താപ്പി നായരുമായിട്ട് ഞാനൊരു പാട്ട്, അതിൽ ചേച്ചിയായിട്ടൊരു പാട്ട് പാടി. കാണുമ്പോൾ ഞാനൊരു കാറ്റിരുമ്പ്, അത് ഇത് ബഹദൂർക്കായ്ക്ക് വേണ്ടിയിട്ടാണ്. കാണുമ്പോൾ ഞാനൊരു കാറ്റിരുമ്പ്, കയ്യു പിടിച്ചാലോ പൂങ്കരിമ്പ് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് പാടേണ്ടത്. ഇത് റിഹേഴ്സലൊക്കെ ചെയ്ത് റെഡിയായി, റെഡി. ഫസ്റ്റ് സോങ് അല്ലേ, റിഹേഴ്സലൊക്കെ കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു പനി പെട്ടെന്ന് പിടിച്ചു. പനി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു സംശയം, ഇനി നന്നാവുമോ, തൊണ്ടൊക്കെ പോയി. അതിൻ്റെയൊക്കെ പിന്നത്തെ ചരിത്രമൊക്കെ പിന്നെയാണ് ആൻ്റണി പറയണത്. കാരണം പലതും നടക്കുമല്ലോ ഈ സിനിമ ഫീൽഡിൽ, അറിയാമല്ലോ, സിദ്ദിഖിക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ എത്ര സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ കാര്യത്തിനെടുക്കുമ്പോഴേക്കും മാറും സംഗതിയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞിങ്ങനെ, അപ്പോൾ ഒരു 4 വരി മോനെ ആദ്യം പാടും, അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ പാട്ട് പിന്നെ എടുക്കാം എന്നൊക്കെ. ഓ ശരി, പറ്റൂല എന്ന് പറയാനുമല്ലോ. അപ്പോൾ അങ്ങനെ MBS സാറ് ആ വരികൾ എനിക്ക് പറഞ്ഞു തന്നു. യേശു ഓരോ നല്ല ടേക്ക് കൊടുക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളം അങ്ങനെ അദ്ദേഹം പറയും, ഭയങ്കരമായിട്ടൊരു ഇതായിട്ട് പറഞ്ഞു. ഒരു നല്ല റിഹേഴ്സൽ കൊടുക്കൂ. അതായത് എന്നെ അത് നന്നായി. ഒരു ആദ്യമായിട്ടൊരു കുട്ടി പാടുമ്പോൾ നമ്മൾ വല്ലാതെ അവരെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളതും കൂടി പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും, അത് സൈക്കോളജിക്കലി ഇത് പറഞ്ഞായിരിക്കാം. നല്ലൊരു റിഹേഴ്സൽ തരൂ, എന്നിട്ട് നമുക്ക് ടേക്ക് എടുക്കാം എന്താ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, അപ്പോൾ ഞാൻ പാടിയത് ഇതാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഓ, റിഹേഴ്സൽ കഴിഞ്ഞു. അകത്തു കയറൂ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു പോക്കടിയായി. കേട്ട് എന്താണ് ഇനിയിപ്പോൾ അടുത്തെന്താ പറയാൻ പോകണമെന്നുള്ളതിൽ ഞാൻ നിൽക്കണേ. അപ്പോൾ ഇദ്ദേഹം കോട്ടീശ്വറാവിനോട്, എഞ്ചിനീയർ, ഏറ്റവും വലിയ എഞ്ചിനീയർ, ഭരണി സ്റ്റുഡിയോ എപ്പടി വോയിസ് പറ്റി ചൊല്ലുങ്കോ, 10 വർഷം കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ തമിഴും വലിയ പിടി എന്താണെന്ന് കിട്ടിപ്പോൾ, അപ്പോൾ ഇനി 10 വർഷം കഴിഞ്ഞ് വരാനായിരിക്കും പറയണമെന്ന് ഞാൻ ധരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് 10 വർഷം ഞാൻ ഗ്യാരണ്ടി ചെയ്തതാണെന്ന്. ശരി, നമുക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്താണ് ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യം,
അവിടെ ഈ കാണുമ്പോൾ ഞാനുള്ളത് മോശമുള്ള പാട്ടല്ല, പാട്ടെല്ലാം പാട്ട് തന്നെ. പക്ഷേ ദൈവഹിതം എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പാട്ട് പാടി തുടങ്ങണമെന്നല്ല. ഇത്രയും അതിനു വേണ്ടിയിട്ടൊരു പനിയും, അതിനു വേണ്ടിയിട്ട് അവരുടെ മനസ്സിലൊരു വേണ്ടാത്തൊരു ചിന്തയും തീരുമാനങ്ങൾ മാറാനും അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ബാബുരാജ് ആദ്യം മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു. ഒരു ആനക്കാര, അത് സത്യം മാഷ ആനപ്പുറത്തൊക്കെ വന്നിങ്ങനെ പാടുന്നതായിട്ട് അവസാന ഒരു സീൻ. പിന്നെയാണ് ഭാര്യ. അത് അതിൽ എനിക്ക് അങ്ങേയറ്റം ദേവരാജ മാഷുണ്ട്, അതിനുപരിയായിട്ട് വയലാറിൻ്റെ റെക്കമെൻഡേഷനാണ്. പിന്നീട് അതിനുശേഷമാണ് കണ്ണുനീർ മുത്തുമായി അതെല്ലാം അത് കഴിഞ്ഞു, ഒരുപാട് കഴിഞ്ഞിട്ട് പിന്നീട് വന്നാണ് മാണിക്യ വീണ വരുന്നു. അതെല്ലാം അത് ശംഖുപുഷ്പം കണ്ണെഴുതി. ശംഖുപുഷ്പം കണ്ണെഴുതി എന്ന് പറഞ്ഞ പാട്ടിൻ്റെ വേറൊരു കഥയുണ്ട് ദാസേട്ടൻ. ദാസേട്ടനെ ഇപ്പോൾ അറിയാമെന്നറിയില്ല. അത് ഈ സ്കൂളിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഈ പാട്ട് പുറത്ത് പാടുന്ന കേട്ടിട്ട് അവിടെ ഈ പാട്ടും കേട്ടൊരു പെൺകുട്ടി ഇങ്ങനെ മതിമയങ്ങിയിരുന്നു. എന്തോ ചോദ്യം ചോദിച്ചിട്ടൊന്നും ഈ പെൺകുട്ടി ശ്രദ്ധിച്ചേ ഇല്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ടീച്ചർ ഒരുപാട് വഴക്ക് പറയുകയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി അന്ന് ആ പാട്ട് കേട്ട് ഇങ്ങനെ മതിമറന്നിരുന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയാണ് നമ്മുടെ അടുത്ത അതിഥി. മനസ്സിലായി. ദാസേട്ടൻ്റെ പ്രിയങ്കരിയാണ് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ എല്ലാം പ്രഭ ചേച്ചി. ദാസേട്ടൻ്റെ പ്രിയങ്കരിയായ ശ്രീമതി പ്രഭ യേശുദാസ്, ഞാൻ വിനയപൂർവ്വം പ്രഭ ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. ആ പാട്ടെന്നല്ല, എല്ലാ പാട്ടിനോടും ഇഷ്ടമാണ്. ആ പാട്ട് റേഡിയോയിൽ വന്നപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു എന്നാണ്. എല്ലാം പാട്ട് ആദ്യം തൊട്ടുള്ള പാട്ടെല്ലാം ഇഷ്ടമാണ്. ദാസേട്ടൻ്റെ പാട്ട് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നതെന്നാണ് ഓർമ്മയുണ്ട്. എനിക്ക് കണ്ണുനീർ മുത്തുമായൊക്കെ ഞാൻ ആദ്യം LP അന്നൊക്കെ 78 റെക്കോർഡല്ലേ കിട്ടുന്ന റെക്കോർഡ്. അപ്പം ആദ്യം തൊട്ടേ ഇങ്ങനെ വോയിസ് കേട്ടപ്പോൾ തൊട്ട് ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ കണ്ണുനീർ മുത്തുമായൊക്കെയാണ് ആദ്യമേ. അതിൻ്റെ അകത്തുണ്ടല്ലോ കുറേ വേറെയും പാട്ടിലുണ്ടല്ലോ, സ്വപ്നം കൊണ്ടൊരു കൊട്ടാരം, എല്ലാം അങ്ങനെ. ഇതൊക്കെ പിന്നീട് വന്നപ്പോൾ എല്ലാം ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടു അല്ലേ? എന്തെന്ത് മോഹങ്ങളായിരുന്നു. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ കണ്ണുനീർ മുത്തുമായി എന്ന് വെച്ചാൽ കാണാനായിട്ട് കാത്തിരുന്നു. ഒരുപാട് പാട്ടുകളുണ്ട് ദാസേട്ടനുമായിട്ട് ബന്ധപ്പെടുത്തി. അങ്ങനെ നമുക്ക് ഒരുപാട് പാട്ടുകൾ പറയാം അല്ലേ? ആകാശവാണിയിൽ ഒഴുകി വരും ആ ഗാന അത് എൻ്റെ ഫ്രണ്ടൊക്കെ എന്നെ വിളിച്ച് കളിയാക്കുമായിരുന്നു. അജ്ഞാത ഗായിക. ദാസേട്ടൻ്റെ പാട്ടായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം പാട്ട് കേൾക്കുന്നത് എനിക്ക് ഓർമ്മ, എനിക്ക് ദേവി ശ്രീദേവിയാണ് ഓർമ്മയുടെ കാവ്യമേളയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിൽ വരുന്നതിന് മുമ്പ് ദാസേട്ടൻ നേരത്തെ തന്നെ മെൻഷൻ ചെയ്ത ദാസേട്ടൻ്റെ ഗുരു ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയെ നമുക്ക് എന്തായാലും പറയുകയും ചെയ്തു, ദേവി ശ്രീദേവി. അതെ അതെ. അപ്പോൾ സ്വാമിയുടെ പാട്ടോട് തന്നെയാണ് പറഞ്ഞത്. സ്വാമി ആദ്യം ഗുരുപൂജ കഴിഞ്ഞിട്ട് തുടങ്ങാം, നമുക്ക് തുടങ്ങാം. എന്തായാലും അത് പ്രഭേച്ചിയുടെ സാന്നിധ്യത്തിൽ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ചേച്ചിയെ വിളിച്ചത്. ദാസേട്ടൻ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദാസേട്ടൻ്റെ പാട്ടിൻ്റെ ആദ്യാക്ഷരങ്ങൾ ചൊല്ലി പഠിപ്പിച്ചു കൊടുത്ത ദാസേട്ടൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളായ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് നമ്മുടെ അതിഥി. ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. കേട്ടു മധുരമാം കാലൊച്ച കേട്ടു. ദാസേട്ടനെയാണോ ആദ്യം കാണുന്നത്? ദാസേട്ടൻ്റെ പാട്ടാണ് ആദ്യം കേട്ടിട്ടുള്ളത്? ശരിക്കും പറയുന്നത് വേറെ തമാശ പറയാം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ക്ലോക്കിലായിട്ട് പറയട്ടെ, നിന്റെ തന്ത ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. എൻ്റെ തന്തയാണ് ആദ്യം കാണുന്നത്. അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ ഒന്നും പറയുന്നു വേണ്ട. ശരിക്ക് ദാസേട്ടൻ പാടിയിട്ട് ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിട്ട് പാടിയ ആദ്യത്തെ പാട്ട് ഏതാ? എല്ലാ പാട്ടും ഇമ്പ്രസ്ഡാണ്. അതിൽ ആദ്യത്തെയാണ് ഞാൻ ചോദിച്ചത്. ആദ്യം മുതൽ അവസാനം വരെ ഇമ്പ്രസ്ഡാണ്. എന്നാലും ഒരു പാട്ടിനോടൊരു പ്രത്യേക സ്നേഹം ചിലപ്പോൾ അങ്ങനെ എല്ലാ പാട്ടിനോടും? എല്ലാ പാട്ടും ഇഷ്ടമാണ്. എങ്ങനെയാണ് ദാസേട്ടൻ പാട്ട് പഠിപ്പിക്കുന്നത്? ഇങ്ങനെ സ്വാമി ഇങ്ങനെ അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ലെന്ന് പാടിക്കൊടുക്കും, പാടും.
അതെങ്ങനെയാണ്? ഞങ്ങൾക്കൊക്കെ ഭയങ്കര കൊതിയാണ്. അതിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ നടന്നൊരു സംഭവം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല സ്വാമി. ഒരു പാട്ടൊന്ന് പറഞ്ഞു കൊടുത്ത ദാസരനൊന്ന് ഇപ്പം ചിലപ്പോൾ അങ്ങനെ പാടും. അതെല്ലാം പാടും. ഒരെണ്ണൊന്ന് പറഞ്ഞു കൊടുത്തു. എന്ത് പാട്ട് പാടണം? ഏതെങ്കിലും സ്വാമിക്ക് മനസ്സിൽ തോന്നുന്നത്, സ്വപ്നങ്ങളോ? എന്നെ കൊണ്ട് പാടാൻ കഴിയാവുന്ന ഒരു പാട്ട് പറയും. ഓ, അതെന്താ സ്വാമി ഉണ്ടാക്കിയ പാട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് വെച്ചാൽ? അല്ല, അങ്ങനെയല്ല. അതായത് സ്വപ്നങ്ങൾ സ്വാമി പറഞ്ഞു തന്നതിൻ്റെ എന്തെങ്കിലും ബാക്കി കിടക്കുന്ന സ്വാമി പറഞ്ഞു തന്നിട്ടല്ലേ എനിക്ക് ബാക്കിയുള്ളൂ. അതെ, ഞാൻ പാടിക്കോളൂ. അപ്പോൾ പിടിച്ചോളൂ. സ്വപ്നങ്ങൾ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങൾ, നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങൾ, ഇതൊക്കെ അതിൻ്റെ ആ ഓരോ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന പോലെ പറഞ്ഞു തരാനുള്ള, അത് ഉണ്ടാക്കുകയും ചെയ്യും, അതേസമയം അത് പറഞ്ഞു തരാനുള്ള ഒരു ഇതും കൂടിയാണ്. ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു അന്ന് നടന്നിരുന്നത്. ഇപ്പോൾ സ്വാമിയുടെ പാട്ട് കേൾക്കുമ്പോൾ എന്താ അറിയാം, ഇത് സ്വാമിജിയുടെ ആണെന്ന് പറയാം. ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ല, ഞാൻ ചെറുപ്പത്തിലെ 47 വയസ്സുള്ളപ്പോൾ പാടിയ, അതെനിക്ക് സ്വാമിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അത് സ്വാമിയുടെ തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അതായത് വന്ദേ മാതരം വാഴ്ത്തിയ മുനിയെ, ചിലപ്പോൾ സ്വാമി അത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തായിരിക്കും ആ സമയത്ത് വേണ്ടി. അല്ല, ഇതൊക്കെ എനിക്ക് ഓർമ്മയില്ല. അതെ ആണോ? എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ അച്ഛനും അഭേദേ നാടകത്തിന് അങ്ങയുടെ പേര് മുൻഷി എഴുതിയ പരമുള്ള, ഇത് മുൻഷി സാർ എഴുതിയ പാട്ട്. അങ്ങേരുടെ ഡ്രാമയ്ക്ക് 3 ഡ്രാമ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ട പാട്ടാ. അദ്ദേഹത്തിൻ്റെ ഫാദർ ശരണരായി സ്വാതന്ത്ര്യഹീനരായി മരുവിയ ഹരിജനോദ്ധാരകനെ, ശാന്തിനികേതനനെ, ശാശ്വതരൂപനെ, സച്ചിദാനന്ദ ദായകനെ, വന്ദേ മാതരം വാഴ്ത്തിയ മുനിയെ. പോരെ? അന്ന് ഈ വെട്ടി പച്ചിലയും കത്രിയും പോലെയാണ് അച്ഛൻ പാടുന്നത്. അത്ര അടിച്ചു കൊടുത്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അതെ, പൊൻവെയിൽ മണിക്കച്ച അതൊക്കെയുണ്ട്. ഒന്ന് പഠിക്കാം. പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, മണിക്കച്ചയഴിഞ്ഞു വീണു. ആ അഴിഞ്ഞ പോലെ വീഴണം. അതാ, അവിടെയാണ് സ്വർണ്ണ സ്വർണ്ണ പിതാംബരം ഉലഞ്ഞു വീണു. ഇനിയിപ്പോൾ അതൊരു വേറൊരു കമ്പോസിങ്ങിൽ പോവും. അല്ല, ഞാൻ എന്ത് ചെയ്യുന്നത്, സ്വാമി ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനതപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഞാനത് നോട്ട് ചെയ്യും. അങ്ങനെ ഈ നൊട്ടേഷൻ എഴുതാനും ഞാൻ പഠിച്ചത് സ്വാമിയുടെ അവിടെ നിന്നാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ നൊട്ടേഷൻ എഴുതാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ സ്വാമി ഇങ്ങനെ ഒരു പ്രാവശ്യം പാടി രണ്ടാമത്തിന് വേറെ വരുവേ. അപ്പോൾ സ്വാമി, ഇത് നമുക്ക് റെക്കോർഡ് ചെയ്ത് തീർക്കേണ്ടതാണ്, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും സംഗതികളെ. ഈ അതാണ് ഇതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു സംഗതിയിൽ തന്നെ വിഷ്ടിച്ചാണ് ഇപ്പോൾ വരാണ്ടിരിക്കുന്നത് ഓരോരുത്തർക്ക്. ഞാൻ കുറ്റം പറയാമല്ലോ. അതായത് ആ ബേസിക് നോളജ്, അതായത് എവിടെ എന്ന് മുതൽ തുടങ്ങിയാണ് ആ വൈക്കത്ത് കിടന്ന് പല സംഗീതവും കേട്ട് ഊറി ഉണ്ടായിട്ടുള്ളതാണിത്. ഇതിനൊക്കെ ഒന്നും നമുക്കൊരു ഇതൊന്നും പറയാനൊക്കെ ഇപ്പോൾ ഇരുത്തിക്കൊണ്ട് പറയല്ല. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. ഇന്നും ചെറിയ എൻ്റെ അനിയന്മാർ പാടണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പറയുന്നത് എന്താ, ആശേട്ടന് കിട്ടിയ ഭാഗ്യം. അവരൊക്കെ നന്നായിട്ട് പാടാൻ കഴിവുള്ളവരാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചാ പൂ ചീ പീ പ്യൂ പാ കാച്ചി, ഇതിന് സാമ്യമായ ആവശ്യം എന്തിനാണ്? ഒരു സംഗതി ഒന്ന് കൃത്യമായിട്ട് ഇതൊക്കെ പഠിക്കണം. ഒരു പ്രോഗ്രാമിന് അമേരിക്കയിൽ വെച്ചിട്ട് ഞാൻ ഏതാണോ മരത്തിലെ പാട്ടല്ലേ, 14 അത് കുറച്ച് ഫാസ്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു മെലഡി സോങ് ഞാൻ പാടി. എന്താണ്, ഓമലാളെ കണ്ടു ഞാൻ, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്നുള്ള പാട്ട് പാടി. അതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് ശാപ്പാട് തന്ന വീട്ടിലെ അമ്മ പറഞ്ഞേ, ശ്രീ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ പാടണം. ഓ,
അപ്പോൾ ഇത് ഞാൻ മനസ്സിൽ വെച്ചിരുന്നു. ഞാനവിടെ ഈ ഓമലാളെ കണ്ടു ഞാൻ പാടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നലെ ഭക്ഷണം തന്ന ഒരു ചേച്ചിയുണ്ട്, ആരാണെന്നൊന്നും പറയില്ല. അവരെന്നോട് ഇങ്ങനൊരു സജഷൻ പറഞ്ഞ്, ഈ ഓമലാളെ കണ്ടു ഞാൻ തന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിലൊന്ന് പാടാം, നിങ്ങളൊന്ന് പറയണം അത് നന്നായിട്ടുണ്ടോ എന്ന്, അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം ഞാൻ ഇങ്ങനെയാണ് പാടാറുള്ളത്. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, സാധാരണ അങ്ങനെ പാടി തീർത്തു. ഇനി അവരുടെ ആഗ്രഹം പോലെ ഓമലാളെ കണ്ടു ഞാൻ, അപ്പോൾ അയ്യോ ഇത് വേണ്ട, എന്നാൽ പിന്നെ ഇതാണ്. ചില ഭാഷകൾക്കും ചില സംഗീതത്തിനൊക്കെ ഒരു ക്രമങ്ങളൊക്കെ. അതെ, ഇത് വെറുതെ അങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു. അവിടെ ചോദിച്ചാൽ തീർന്നു. ഇത്രയൊക്കെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം അല്ല സ്വാമി, ആ വീട്ടിൽ ചോദിച്ചാൽ അവർ മാത്രമല്ലേ അറിയുള്ളൂ. ഇതൊരു വേദിയിൽ പറയുമ്പോഴല്ലേ. അത് ഞാൻ സമ്മതിക്കില്ല. ഇത് ഇളകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പാടിയല്ലേ കാണിച്ചേ. ഇളകി കാണിച്ചില്ലേ? ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം വരുമ്പോൾ അതാണ് ആവശ്യം. ഒരാൾ ഈ ഗ്രാമത്തിൻ്റെ വാതുക്കൽ, ഗ്രാമം 2 സൈഡുണ്ട്, അതിൽ ചുമ്മാ കുത്തിയിരിക്കുക ഒരാൾ. അപ്പോൾ ഒരാൾ വന്നു ധർമ്മം ചോദിച്ചു. ഇവിടുന്ന് 3ാമത്തെ വീടില്ലേ അവിടെ ചെന്ന് ചോദിച്ചു, തരും എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ചെന്നു കൊടുത്തു. അടുത്ത ജന്മം. അപ്പോൾ അക്കാലത്തൊക്കെ എങ്ങനെ ചെന്നാൽ അടുത്ത ജന്മമായിട്ട് നമ്മൾ വീണ്ടും വരുമല്ലോ. അപ്പോൾ ഈ പൂർവ്വജന്മത്തിൻ്റെ വാസന വരും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ കഥയാണ് ഈ പറയണേ. അപ്പോൾ അടുത്ത ജന്മം വന്ന ഉടനെ ഇങ്ങനെ ആളായിട്ട് പ്രസവിച്ച് വന്നു, കുട്ടിയായിട്ട് വന്ന് നോക്കിയപ്പോൾ ഈ കാണിച്ച വിരലുണ്ടല്ലോ അതില്ല. അതില്ല. രണ്ടാമത്തെ ജന്മത്തിൽ അതില്ല. ഇല്ല. രണ്ടാമത്തെ ജന്മത്തിൽ അത്രയും വന്നപ്പോൾ ഇയാൾക്ക് ഇത്രയും വയസ്സൊക്കെ ആകില്ലേ. അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നൊരാൾ കയറി വന്നു, വല്ലതും തരണേ എന്ന് പറഞ്ഞ ഉടനെ ഇയാൾക്ക് ഓർമ്മ വന്നു, ഇനി നമുക്ക് ജന്മം വേണ്ട. അപ്പോൾ ഈ ഒരു ഇത് വേണമെന്ന് പറഞ്ഞല്ലോ, എന്താ ഇളക്കം. അപ്പോൾ അയാൾക്ക് ഇത് ഓർമ്മ വന്നു. അങ്ങനെ കാണിച്ചപ്പോൾ ഇത് മാത്രം പോയല്ലോ. അപ്പോൾ അവിടെ ശരീരം മുഴുവനിട്ടാട്ടി ജന്മിച്ചില്ല. ജന്മമേ വേണ്ട. അങ്ങനത്തെ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം തന്നെ അങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതല്ല, ഇത്രയും വിമർശപ്പെട്ട് ഇത് ആദ്യം പാടേണ്ടതൊക്കെ പാടി പിന്നീട് വീണ്ടും 2ാം പ്രാവശ്യം ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതിനു വേണ്ടി ഞാൻ പറഞ്ഞു. ഇപ്പം എന്തായാലും കാണിച്ചു പോയി, നമുക്ക് ക്ഷമിക്കാം. അതെ, അല്ല ക്ഷമിക്കണ്ട, അതിപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും ഓർമ്മ വന്നോളൂ. അല്ല ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, ഞാൻ ഇങ്ങനെ കാണിച്ചോളാം. അപ്പോൾ അവർ വേറെ തെറ്റിദ്ധരിക്കരുത്. അല്ല, എല്ലാവർക്കും മനസ്സിലാവും. ശരി. ഇനി ഇത് പ്രചാരമാവും. ആയിക്കോട്ടെ. ഇത് ഇനിയിപ്പോൾ നമ്മൾ അല്ല ഇനിയിപ്പോൾ ഇത് ഞങ്ങൾക്കൊരു സാധനം കിട്ടി കയ്യിൽ. കാരണം ഇനി പ്രോഗ്രാമിന് പോകുമ്പോൾ ആരെങ്കിലും ഇളകണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ച സാധനം. സംഗീതത്തിനെ പറ്റി എന്തറിയാം ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കൂ. പറയാൻ നോക്കില്ല സാർ. കാരണം 36,848 രാഗമുള്ള പുസ്തകത്തിൽ എഴുതിയാണ് ഞാൻ കണ്ടത്. അത് കൂടാമല്ല അനേകം വക്രരാഗങ്ങൾ ഇരിക്കുന്നതെന്നു. അപ്പോൾ മൊത്തം രാഗം എത്രയായി? ഈ 2ാം പ്രാവശ്യം പറഞ്ഞത് കണക്ക് പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞിട്ടുണ്ട് 36,848 രാഗം എന്ന് പറഞ്ഞിട്ട് ഇത് കൂടാമൽ അനേകം വക്രരാഗങ്ങൾ ഇരിക്കുന്നത്. അതിനൊരു അനേകം വെച്ച് കൈ കൊടുത്തു. അതിപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞുകൂടാ. അതൊന്നും അതിന് പറയേണ്ട കാര്യമേ ഇല്ല. സംഗീതം ഈശ്വരൻ. എന്തെങ്കിലും ഒന്ന് ദാസേട്ടനെ കുറിച്ച് പറയാം. അത് എത്രയോ കാര്യങ്ങൾ സാറേ. അതായത് വാസ്തവത്തിൽ ഈശ്വരനെ നിലനിർത്തി പറയണതാണ്. അങ്ങനെ സ്റ്റുഡിയോ വെച്ചില്ലേ തിരുവനന്തപുരത്ത്, തരങ്കിണി സ്റ്റുഡിയോ വെച്ചു. എല്ലാവർക്കും അറിയാം. അന്ന് A to Z എല്ലാവരും സംസാരിച്ചു. ഈശ്വരൻ സാക്ഷിയായിട്ട് പറയണ എന്ത് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ടാണ് നന്ദി പ്രകാശനം. അവസാനം പുള്ളി ഒരു 4 വാക്ക് അടിച്ച് എന്നെ പറ്റി. ഇന്നും എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ എന്താ പറഞ്ഞു. എന്തിനാണിത് പറഞ്ഞു വന്നതെന്നറിയോ? ഈ 2 മാസത്തേക്കുള്ള ഒരു പരിപാടി ഇടാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ആയിരിക്കും. എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. അല്ല, അതൊരു കാര്യമുണ്ട്. ഒരു സന്യാസി അറിയില്ല എന്ന് പറഞ്ഞു 20 കൊല്ലം പറഞ്ഞു.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെന്നും പറഞ്ഞ് 2-3 ശിഷ്യന്മാരിങ്ങനെ കൂടെ ചേർന്നു. 4 കൊല്ലമായി അവരും ഇങ്ങനെ കയ്യിൽ എന്തോ ഉണ്ട്, ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്കത് വെച്ച് ജീവിച്ചോളാമെന്നും പറഞ്ഞുള്ള കേസാണ്. ഈ 4 കൊല്ലം കഴിഞ്ഞൊരു സുപ്രഭാതമായപ്പോൾ അദ്ദേഹം എണീറ്റ് പറഞ്ഞു, അറിഞ്ഞു ഇവർക്ക് പിടികിട്ടി, സന്യാസിക്ക് പിടികിട്ടി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ കൈ മേടിച്ചാൽ നമുക്കതുകൊണ്ട് ജീവിച്ചോളാം, നമുക്ക് ഇങ്ങനെ വിട്ടേച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ വരുന്നത്. രാത്രിയായപ്പോൾ സന്യാസി ഉറങ്ങുമ്പോൾ, ഏയ് സന്യാസി ഒന്ന് എണീക്കും, ഇവരുടെ കയ്യിൽ ഈ ഇരുമ്പ് വടിയുണ്ടല്ലോ, അതും ചില കടപ്പാരയൊക്കെ ഉണ്ട് കയ്യിൽ, അറിഞ്ഞു എന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞില്ലേ കൊന്നുകളയും എന്ന് പറഞ്ഞു. അത് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾ പൊക്കോളാമെന്ന്. അതിനിപ്പോൾ എന്തിനാ കത്തിയും കടാരയും ഒക്കെ വെച്ചിരിക്കണേ? അതിനെ അവിടെ വയ്ക്കൂ, അത് പറഞ്ഞാൽ പോരെ, അതൊന്നും വേണ്ട, ഇപ്പോൾ ഞാൻ പറയാമെന്ന്. കത്തിയും കട എന്നിട്ടൊന്ന് കൂൾ ഡൗൺ ചെയ്യിപ്പിച്ച് ആ കത്തിയും കടാരയും എല്ലാം അവിടെ വെച്ചു ഇരിക്കാൻ പറഞ്ഞു. അപ്പം നീ ഇരിക്കൂ, ഞാൻ ചോദിച്ചോളൂ. അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ എത്ര കൊല്ലം പറഞ്ഞു? 20 കൊല്ലം. പറഞ്ഞേ, നിങ്ങൾ വന്ന് എത്ര കൊല്ലമായി? 4 കൊല്ലം. അപ്പോഴും ഞാൻ എന്താ പറഞ്ഞേ? അറിയില്ല എന്ന്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? അറിഞ്ഞു. പറഞ്ഞേ, അതെന്തോന്നല്ലേ നിങ്ങളറിയണ്ടേ? ഈ 24 കൊല്ലം അറിയില്ല എന്ന് പറഞ്ഞ് ശരിയാണെന്ന് ഇന്ന് രാവിലെ അറിഞ്ഞു. മനസ്സിലായില്ല? മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി, ഞാനിപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പോഴാ മനസ്സിലായെന്ന് പറഞ്ഞു, ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാ. നമുക്ക് എത്ര ചിരിച്ചാലും ചിരി തീരുമോ എന്നുള്ള പാട്ടൊന്ന് ദാസേട്ടനെ കൊണ്ട് പാടിക്കാൻ പറ്റും? അവിടെ പാടട്ടെ, ഞാൻ കേൾക്കാം. അല്ല, ദാസേട്ടനത് പറഞ്ഞു കൊടുത്താലേ പാടുള്ളൂ. അയ്യോടാ, എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ എനിക്ക് കുറേശ്ശെ പറഞ്ഞു തന്നാലും പഠിക്കാനൊക്കെ. സ്വാമി എന്നോട് പറഞ്ഞു തന്ന പോലെ പറഞ്ഞു തന്നെ. ഏത് പണ്ട് പറഞ്ഞു പോലെ എനിക്ക് ഓർമ്മയുണ്ടായിട്ട് വേണ്ടേ? അല്ല, ഓർമ്മയുള്ളത് പറയാം. അല്ല, അതല്ല, കുറേശ്ശെ ഞാൻ പഠിക്കല്ലേ. എത്ര ചിരിച്ചാലും ഓക്കെ, ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ. അല്ല, ചിത്തിര എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ. ഇത്രയും മതിയല്ലേ? അത്രയല്ല, അത് കൂടുതൽ പറ്റുകയല്ല സാറേ. അതൊക്കെ ഓക്കെ ടേക്ക് കഴിഞ്ഞാൽ ഇനി അത് അല്ല, നമ്മുടെ സാറിനെയൊക്കെ ഓർമ്മ വരുന്നു ഇപ്പോൾ. നല്ല ഓക്കെ ടേക്ക് വന്നാലും വാസു സാറേ ഒന്നുകൂടി എടുക്കല്ലേ സ്വാമി? ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ സ്വാമിയുടെ ഒരു നല്ല നോട്ടമുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു നോട്ടം. ആ വെറ്റിലുണ്ട്, വെറ്റിലയിൽ ചുണ്ണാമ്പ് വെച്ചുണ്ട്. മതി. അപ്പോൾ പിന്നെ ശരി സ്വാമി, വളരെ നാരായണ. എല്ലാവർക്കും നമസ്കാരം. വരട്ടെ. ഇത് നമ്മൾ ഇത്രയും നേരം അനുഭവിച്ചത് ദാസേട്ടന് ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്ന, അല്ലെങ്കിൽ സംഗീതം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന ഒരു ഗുരുവിനെയാണ്. അല്ല, അത് ഇന്നും എനിക്ക് അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ഇനി നമുക്ക് അടുത്ത് വരാൻ പോകുന്നത് ദാസേട്ടൻ്റെ പാട്ടുകൾ കേട്ട് വളർന്ന് ദാസേട്ടൻ്റെ പാട്ട് കേൾക്കാൻ കൊതിച്ച് ദാസേട്ടനെ കൊണ്ട് പാട്ട് പാടിക്കാൻ കഴിഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, കാറ്റൻ മൺവിളക്കുതിയില്ലേ, കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ലപോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇത്ര നേരം സ്വാമി വന്നിരുന്ന്
ദാസേട്ടൻ പാട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതികളും ദാസേട്ടൻ പഠിക്കുന്ന ദാസേട്ടൻ പാടുന്നതിനെ പറ്റിയൊക്കെ പറയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് പാട്ടാണ് ദാസേട്ടൻ ഏറ്റവും നന്നായിട്ട് പാടിയിട്ടുള്ളത്? എല്ലാ പാട്ടും, അങ്ങനെ ഒരു വേർതിരിവും സ്വാമിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. കുട്ടൻ ശരിക്ക് ദാസേട്ടൻ്റെ പാട്ടുകൾ കേട്ടു തുടങ്ങുന്നത് എന്നാണ് ഓർമ്മയുണ്ട്? ദാസേട്ടൻ്റെ ഒരു പാട്ട് ആദ്യം കേൾക്കുന്നത് എന്നാണെന്ന് ഓർമ്മയുണ്ട്? ദാസാറിൻ്റെ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു കേരളീയന് ദാസാറിൻ്റെ പാട്ട് കേട്ടിട്ടില്ല എന്നോ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടതും ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫിൽ വേൾഡിൽ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്, ഒരുപാട് വണ്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഹ്യൂമൻ വോയിസ് എന്നുള്ളത്. ദ ഗ്രേറ്റസ്റ്റ് വോയിസ് ഐ ഹവ് എവർ ഹേർഡ് എന്ന് പറഞ്ഞത് ദാസാറിനെയാണ്. അത് പ്രത്യേകിച്ചും റെക്കോർഡിങ്ങിന് പ്രത്യേകിച്ചും ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. ഈ ബേസിലുള്ള സബ് വൂഫർ നമ്മുടെ സ്പീക്കറിൻ്റെ അതിങ്ങനെ റിവർബറേറ്റ് ചെയ്യും സാർ ചുമ്മാ ഒരു സാ പാടുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പോയി മൈക്കിൽ റെക്കോർഡ് ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ പാടുമ്പോൾ ഇങ്ങനെ റിവർബറേറ്റ് ചെയ്യുന്നത്, അത് റിവർബറേറ്റ് അനക്കില്ല. അപ്പോൾ അത്തരത്തിൽ എനിക്ക് പറയാം ദാസാറിൻ്റെ സംഗീതം ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിലിം മ്യൂസിക് മാത്രമല്ല. അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹം എത്രയോ ഡെക്കേഡ്സ് ആയിട്ട് സാധന ചെയ്യുന്ന ക്ലാസിക്കൽ മ്യൂസിക് ഉൾപ്പെടെ അത് എല്ലാം എൻ്റെ രക്തത്തിൽ ഓടുന്ന പോലെയാണ്. ആദ്യം ദാസേട്ടൻ കൊണ്ട് പാടിച്ച പാട്ട് ഏതായിരുന്നു? അത് രജപുത്രൻ എന്നുള്ളൊരു സിനിമയിലാണ്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി ആ പാട്ട് സിനിമയിലുണ്ടായില്ല. അതെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ഒരു കേരളീയനായിട്ട് ജനിക്കാനും ഈ കാലഘട്ടത്തിൽ ദാസാർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കേരളീയനായിട്ട് ജനിക്കാനും ദാസാറിൻ്റെ പാട്ട് കേട്ട് വളരാനും പിന്നെ ആ മേഖലയിൽ ജോലി ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് നിൽക്കാനും ഇപ്പോൾ ഇവിടെ ഇരിക്കാനും കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ളൊരു സ്വപ്നം പോലെയാണ്. അത് പണ്ട് കോഴിക്കോട് നമ്മുടെ ബാബുക്കയുടെ സ്മരണയ്ക്ക് വേണ്ടിയുള്ള സംഗീത സംഗമം നടന്നപ്പോൾ ഞാനൊക്കെ ഒന്ന് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ദാസേട്ടനൊക്കെ ഇങ്ങനെ സ്റ്റേജിലുണ്ട്. അപ്പോൾ ഞാൻ ചിത്രയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നിന്നിട്ട് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ തോന്നണം, ദാസേട്ടൻ കേൾക്കുമല്ലോ നമ്മുടെ പാട്ട്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുമ്പോൾ കോഴിക്കോട്. അപ്പോൾ ചിത്ര എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ടെൻഷൻ എത്രയോ കൊല്ലമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. നമ്മളിങ്ങനെ ദാസേട്ടൻ്റെ കൂടെ പാടുന്നെങ്കിലും ദാസേട്ടനല്ലേ എൻ്റെ പാട്ട് കേൾക്കുന്നത് എന്നുള്ള ഒരു ടെൻഷനാണെന്ന് ചിത്ര പറഞ്ഞത്. അങ്ങനെ കൊച്ചിലെ കാണുന്നത് അമ്മ സ്റ്റുഡിയോയിൽ കൊണ്ടുവരുമ്പോഴാണ് കുട്ടനെ കാണുന്നല്ലേ, കൊച്ചുകുട്ടി. എനിക്ക് എപ്പോഴും അതന്നെ ഓർമ്മയുള്ളത്. വലിയ വ്യത്യാസം ഞങ്ങൾക്ക് ഇപ്പോഴും ആ കുഞ്ഞു തന്നെയാണ്. ഇന്നലെ ഞാനൊരു പാട്ട് പാടി, അതിനെപ്പറ്റി ഞങ്ങൾ പറയുന്നില്ല, ഇപ്പോൾ ഇതിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല, സത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഹൃദയം തുറന്ന് പാടാനും എനിക്ക് ഉൾക്കൊണ്ട് പാടാനും ഒത്തു. ആ ഒരു പാട്ടായിരിക്കും അടുത്ത് ഇപ്പോൾ ഈ 3 ദിവസം മുൻപ് പാടിയ പാട്ടാണ്. അപ്പോൾ നമ്മൾ തന്നെ ഞങ്ങളൊക്കെ പാടുമ്പോഴൊക്കെ ഉണ്ട് അരപ്പിരിയിളകിയത് ആർക്കാണ്, ഇതൊക്കെ പാടിയിട്ടുണ്ട്. ഇല്ല പരിപ്പുവട പക്കുവടൊക്കെ അതിനൊക്കെ അത് കഴിഞ്ഞൊരു 1000 പാസരം പാടുമ്പോഴുള്ള ഗുണം ഇപ്പം അതൊന്നുമില്ല. തുടങ്ങിയത് മുതൽ കൊണ്ട് മരിക്കുന്നവരെ ഈ സാധനം തന്നെ ആങ്കിം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്വാമി പറഞ്ഞില്ലേ വിരൽ ഉണ്ടിയോ പോലെ ദക്ഷിണാമൃതസ്വാമിയുടെയും ദേവരാജ മാഷൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം അതിൽ നിന്ന് ഞാനത് ഓരോ ദിവസവും അതിനെപ്പറ്റി അറിയുകയും അതിനെപ്പറ്റി ഉൾക്കൊണ്ടുകൊണ്ട് അത് പാടാനൊക്കെ ഒന്നാണ്. അല്ലാണ്ട് ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ പാടി അന്ന് ആർക്കും ഒക്കില്ല. അത് ആ എക്സ്പീരിയൻസ്, അത് എവിടെ കൊടുക്കണം, എവിടെ കുറയ്ക്കണം. പാരിജാതം പാരിജാതം അങ്ങനെയും പാടാം. അപ്പം ഞങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു സ്വരമുണ്ട്, അനുസ്വരമുണ്ട്. അത് ഉൾക്കൊള്ളാനാണ് ഭാവം എന്ന് പറയുന്നത്. അത് കേൾക്കില്ല ആരും. ഈ പാരിജാതം തുടങ്ങുന്നതിന് മുൻപ് ഒരു സ്വരമുണ്ട്. അതാരെങ്കിലും കേൾക്കൂ? ഒരു ടി വിയിലും കേൾക്കില്ല, ഒരു റെക്കോർഡ് ചെയ്യുന്നതിലും കേൾക്കില്ല, ഒന്നിലും കേൾക്കില്ല. പക്ഷെ അത് ഉള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു. ആ പാ ഉണ്ടോ? കേട്ടോ? അതിന് മുൻപുള്ളതെല്ലാം കേട്ടോ? പാ അല്ല പാ ഉണ്ടോ? അതിന് മുൻപ് ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞ അകത്തുനിന്ന് അത് വന്നാലേ ഇത് വേറെ. അതിന് ശ്രമിക്കാനുള്ള സമയം ഇവർക്ക് കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. ഞാൻ പറയണത് അതിനുള്ള എന്തെങ്കിലും ഒരു ചെറിയ സിറ്റുവേഷൻസ്, ഒരു 6 പാട്ട് ഒരു പടത്തിലുണ്ടെങ്കിൽ, ഇപ്പോൾ പാട്ടുകളും കുറഞ്ഞു വരികയാണല്ലോ, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ഒരു പാട്ടെങ്കിലും മ്യൂസിക് ഡയറക്ടർക്ക് വിട്ടുകൊടുത്തേക്ക്. അല്ല, പണ്ടും ഇപ്പോൾ ദാസേട്ടൻ പാടിയിരുന്ന കാലത്ത് പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകളയാണോ എന്ന് പാടുമ്പോഴുള്ള വേദനയും ദുഃഖവും നമുക്ക് മനസ്സിലാവും.
നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അല്ലേ ആ ഫീലിംഗ് നമുക്ക് അല്ല സിറ്റുവേഷൻ ഇല്ലപ്പാ. അല്ല ദാസേട്ടാ അല്ല, ഞാൻ ചോദിക്കട്ടെ ഒരാളെ അടിച്ചു കൊല്ലണം, ഒരു മന്ത്രിയെ തല്ലാൻ പോകുന്നു, അല്ലെ പോലീസുകാരനെ തല്ലാൻ പോകുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ കയറി തല്ലെടുക്കുന്ന പ്രവാചകന്മാരെന്ന് പാടാൻ നോക്കുമോ? അവിടെ അതൊന്നും അല്ല, ടടംബം ഇങ്ങനെയുള്ളതല്ലേ ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പം മ്യൂസിക് ഡയറക്ടർ അതുപോലത്തെ എന്തെങ്കിലും ഒരു പാട്ട്, രക്തത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് വരുമോ? പ്രവാചകന്മാർ കൊല്ലാൻ പോകും. അല്ല ഞാൻ ചോദിച്ചതെന്ന് അതല്ല ചേട്ടാ, അന്ന് ദാസേട്ടൻ അങ്ങനെ പാടുമ്പോൾ ഈ പ്രവാചകന്മാരെ പറയും പ്രഭാത മകളയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ആ പാട്ട് ഇതൊന്നും അല്ല, ഇതിൻ്റെയൊക്കെ പുറകിൽ വേറെന്നുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻ എന്താണെന്ന് പോലും ഇത്രയൊന്നും വ്യക്തമാക്കുന്നില്ല. പടം കാണുമ്പോഴാണ് അതിൻ്റെ നമ്മൾ തന്നെ അറിയണത്, അയ്യോ ഇത്രയും ഉണ്ട്. ആ പാട്ടിൻ്റെ ട്യൂണും ആ പാട്ടിൻ്റെ എഴുതി തന്നിരിക്കുന്ന ഒരു കഥ മുഴുക്കെ വയലാർ സാറ് എഴുതി തന്നിരിക്കുകയല്ലേ, കംപ്ലീറ്റ് ആ ഇനി ഒന്നും ചെയ്യാനില്ലെന്നുള്ള പോലെ അല്ലേ. എന്താണ് പ്രവാചകന്മാരെ എന്ത് പാട്ടുകളും. അല്ല അത് അതേപോലെ തന്നെ ആ സമയത്ത് ഇപ്പോൾ റൊമാൻറ്റിക് സോങ് വരണം പാടിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രേമം ഉണ്ടാവും ഇല്ലേ? ഒന്ന് പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും, ഇതിനിടയ്ക്കിൽ പട്ടാങ്ക് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ പോയില്ല. പ്രേമിക്കാൻ പോകുമ്പോൾ പുറകിലിട്ട് ഓലക്കെ വെച്ച് അടിക്കുന്നു. അപ്പം ഞാൻ ഓരോന്നിനനുസരിച്ച വിധത്തിൽ നമ്മളുടെ അവിടെ അന്നത്തെ പ്രേമമൊക്കെ കുറച്ചൊരു ഭയമുള്ള പ്രേമമായിരുന്നു. ഞങ്ങളൊക്കെ കുറച്ച് പ്രേമിച്ചിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ നാട്ടുകാർ എന്തെങ്കിലും പറയൂ, അല്ലെങ്കിൽ വീട്ടുകാരോടൊന്ന് അന്വേഷിച്ചു. ഇതൊക്കെ അന്ന് ഇന്നതല്ലല്ലോ. മമ്മി ദിസ് ഈസ് മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കാലമായി പോയി. അപ്പോൾ പിന്നെ ആ ശരിയടാ അപ്പോൾ വാ എന്ന് അപ്പന് പേടി, അപ്പനും അമ്മയ്ക്കും ഇപ്പോൾ പേടി, മക്കൾ ആ സ്ഥിതിയായി. അപ്പോൾ അതുപോലത്തെ സംഗീതവും. അത് അന്നത്തെ പാട്ടിലെ വരികളും അങ്ങനെയാണ്. അടക്കുവാൻ നോക്കി ഞാൻ ഹൃദയ വിഭജികയിൽ അടിക്കടി തുളുമ്പും ഈ പ്രണയഗാനം എന്നാണ്. ഇന്ന് അടക്കുവാൻ നോക്കലാണ്, ഇന്നതില്ല, അതൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ ഈ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരുമ്പോൾ കൂട്ട അതിന് ഇത്തരം വരികൾ യോജിക്കില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട വരികൾ ഈ രീതിയിലല്ല, അങ്ങനെ ഒരു സംഗീത സംവിധായകന് പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു ഇതുള്ളത് നമുക്ക് ഗിരീഷ് പുത്തഞ്ചേരിയുണ്ട്, കൈതപ്രം സാറുണ്ട്, രമേശൻ നായർ സാറുണ്ട്, ബിച്ചു തിരുമല സാറുണ്ട്, പിന്നെ സീനിയേഴ്സിൽ യൂസഫ് അലി കച്ചേരി സാറ്, ഇവരൊക്കെ തന്നെ വളരെ 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 ആഴത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവരുടെ കഴിവുകൾ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും അവരോട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പ്രത്യേകിച്ചും ഗിരീഷ് ഏട്ടനോടും ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഗിരീഷ് ഏട്ടനോടും കൈതപ്രം സാറിനോടും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റി തരാറുണ്ട്. അല്ല ബേസിക് സ്റ്റോറി ലൈനുമായിട്ട് ആർട്ടിഫിഷ്യൽ അല്ലാതെ വരുന്ന വളരെ ഇഴുകിച്ചേരുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ ആ പാട്ടുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റോറി ലൈനുമായിട്ട് ആ സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് അതിനോട് പോയതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്തല്ലോ. എല്ലാം സംഭവിക്കുന്നതാണ് ദാസേട്ടാ, ഒന്നും ആരും മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഈ ഹിറ്റുകൾ പോലും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഈ മനസ്സമേന പോലും നന്നായിട്ട് സംഭവിച്ചതാണ്. ജയന്റെ ഒരു പാട്ടില്ലേ, ഓ സൈനബ, അതിന്റെ ഒരു ഇതില്ലേ, പിന്നെ ശുദ്ധമായ മെലഡി, നല്ല പാട്ടാണ്. എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഈ സ്റ്റേജിൽ പാടിയാലും നല്ല. അതെ അതെ. അതിലൊക്കെ നമ്മൾക്ക് ചില കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യാനൊക്കെ ഒത്തു, അതിനുള്ള സ്പേസൊക്കെ കൂട്ടൻ ഉണ്ടാക്കി തന്നു. അവിടെയൊക്കെയാണ് അതിൻ്റെ ഇത്. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചു വന്നത്, ഇപ്പം ഞങ്ങൾ അഭിനയിക്കുന്ന സമയത്ത് ഒരു മോശം സീൻ കിട്ടിയാൽ ഒരുപാട് വിഷമിക്കും. അത് എങ്ങനെ ഈ സീൻ ഫലിപ്പിക്കും, നമ്മൾ അഭിനയിച്ചത് എങ്ങനെ ചെയ്യും, എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവാറില്ല. ഞങ്ങളെല്ലാവരും ആ വിഷമം പങ്കുവെക്കാറുണ്ട്. ദാസേട്ടൻ അങ്ങനെ തോന്നിയിട്ടില്ലേ? മോശമായ വരികൾ എഴുതി വളരെ മോശമായ രീതിയിൽ ട്യൂൺ ചെയ്ത് വരുമ്പോൾ ദാസേട്ടൻ പാടേണ്ടി വന്നിട്ടില്ല? പാടിയിട്ടുണ്ട് ഒരു പാട്ട്. പിന്നെ എനിക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. എൻ്റെ അമ്മായിമ്മയുടെ പേരാണ് അമ്മിണി എന്ന്. അല്ലേ പാട്ട്? എൻ്റെ ഇവളുടെ അമ്മയുടെ പേരാണ് അമ്മിണി. അപ്പോൾ അതെങ്ങനെ പാടാൻ എന്തമ്മിണി എന്നാണ് എന്തോ ഒരു പാട്ട്. അത് കയറി അങ്ങ് ഹിറ്റായ പാട്ട്. പണ്ട് പാടിയ പാട്ടാണ് ഒരു ഭരണി സ്റ്റുഡിയോയിൽ വെച്ച്. ഓ അമ്മിണിന്ന് എന്താണ് പറയുക, ഇതുപോലെ തന്നെ ഓ അമ്മിണിന്ന് എന്തൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാട്ട്. അത് കഷ്ടിച്ച് പിടിച്ച് കടിച്ച് പിടിച്ച് പാടി കൊടുത്ത് അതങ്ങ് കയറി ഹിറ്റായില്ലേ. ദാസേട്ടനൊരു പാട്ട് കുട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്നും അത് പാടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കുട്ടനൊരു പുതിയ കാര്യമല്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ, അതല്ലെങ്കിൽ എനിക്കൊക്കെ എങ്ങനെയാണ് ദാസേട്ടന് പാട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ദാസേട്ടൻ അത് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ കേൾക്കാൻ ഒരു ഭയങ്കര ആകാംക്ഷ കാണും. ആ ആകാംക്ഷ കൊണ്ട് മാത്രം പറയുന്നതാണ്. ഒരു പാട്ടൊന്ന് ദാസേട്ടനെ കൊണ്ടൊന്ന് പറഞ്ഞ് പാടിക്കാമോ? ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ,
ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. ഇപ്പം ഞാൻ പാട്ട് പഠിക്കുകയാണ് കേട്ടോ. റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോഴേക്കും എൻ്റെ ടേക്കിൻ്റെ വരുമ്പോഴേക്കും എൻ്റെ ഇത് മാറും. ഇപ്പം ഞാൻ പാട്ട് പഠിക്കുകയല്ലേ, അപ്പോൾ പാട്ട് പഠിക്കുമ്പോൾ എനിക്കറിയാം എവിടെയൊക്കെ കൊണ്ടുപോയി എവിടെ എടുക്കണമെന്നുള്ള. അപ്പോൾ അപ്പോൾ അതേ ഭാവം അത്രയും ഭാവം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജയനല്ലേ, എനിക്ക് തോന്നുന്നത് ദാസാറിന് അറിയാം എവിടെ ഭാവം ഏത് രീതിയിൽ കൊടുക്കണം. നമ്മൾ അനാവശ്യമായിട്ട് അവിടെ എങ്ങനെ ചെയ്യും ഇവിടെ എങ്ങനെ ചെയ്യും എന്ന് പറയേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പാട്ട് പഠിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടൻ പാടിയിട്ടുണ്ടാവും. കുട്ടൻ പാടിക്കുന്നത് അതങ്ങനെ ഞാൻ നൊട്ടേഷനൊക്കെ എഴുതിയിട്ട് അതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നതിന് അപ്പോഴും പറയും. സാധാരണ വേറെ ചില ആളുകളുണ്ട്, ഇപ്പോൾ രവി ആണെങ്കിൽ പാടിത്തരും. അപ്പോഴാണെങ്കിൽ ആ സമയത്ത് ഞാൻ ആരും ഇരുത്തില്ല. കാരണം ഞാൻ അപ്പോൾ പറയുന്ന വാക്കിതാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടി ബെഡ്റൂമിൽ ഇരിക്കുന്ന പോലെ, അതിനടുത്ത് ആരും കയറാൻ പാടില്ല. ഒരു ക്രിയേഷനാണ്. ആ ക്രിയേഷൻ ആരും കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചിലപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. രവിയോട് പറയും, അല്ലെങ്കിൽ കുട്ടനോട് പറയും, ഇങ്ങനെ മാറ്റാം. അത് 10 പേര് അത് വേണ്ടാത്ത കഥകളും അത് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തന്നെ ഒരു സംഗതി ഇന്നലെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ദാസാർ പറഞ്ഞു ഈ പാട്ടിൻ്റെ സ്റ്റോറിയായിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഗതിയുടെ ആവശ്യമില്ല. ഇന്നലെ എന്ന് പാടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കൺവേ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് വളരെ വളരെ കറക്റ്റായിട്ട് തോന്നുന്നത്. ശരിക്കും അതൊരു വലിയ എക്സ്പീരിയൻസ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അടുത്തൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള അനാവശ്യ സംഗതികൾ അതിനകത്ത് ആവശ്യമില്ല. അല്ല, ഇപ്പോഴത്തെ ഇതിൽ തന്നെ റസേട്ടാ ആ ഗമകങ്ങൾ അത്ര ക്ലാസിക്കൽ ആകണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മതി. അതിന് ആ ഒരു ഫ്ലോ വരണം. ഇന്നലത്തെ പാട്ടിന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു പാട്ട് പാടിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ തൃപ്തിയായി. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അതിൻ്റെ കമ്പോസിങ് സ്റ്റൈൽ ഇസ് വെരി ഗുഡ് ആൻഡ് ട്യൂൺ ഈസ് വെരി ഗുഡ്. പിന്നെയും കൂടെ ഒന്ന് പാടിക്കാം. ദാസേട്ടൻ അത്ര ഇഷ്ടമായിട്ട് പറഞ്ഞ പാട്ടല്ലേ. ദാസേട്ടൻ്റെ സൈനബ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പോഴാണ് അത് പഠിക്കുന്നത്. അദ്ദേഹം തന്നെ പാടുന്നിരിക്കുന്നല്ലോ. അല്ല, ഞങ്ങൾ പാടിക്കോളാം. എന്നാലും ഒന്ന് പാടിക്കാം. ഇതിനകത്തൊരു രസമുണ്ട്. ഈ സൈനബ എന്ന് പറയുന്നില്ലേ, ഒരു ബാ ഉണ്ട്. അത് ചിലവർക്കൊക്കെ എന്താണ് അതിനകത്ത് എന്തോ ഉണ്ടല്ലോ എന്നുള്ളത്. ഒന്നുമില്ല ഇതിനകത്ത്. അപ്പം ഈ ഓ സൈനബ അല്ല, അവിടെയാണ് ഇതിൻ്റെ ഒരു അതിൽ ഓ സൈനബ ഒരു ബാ എന്ന് പറഞ്ഞു അതുണ്ട്. അവിടെയാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. അത് വന്നപ്പോഴാണ് അതിനൊരു പ്രത്യേക ഇത് വന്നത്. കാരണം ഇപ്പോൾ അതേസമയം ആ പാട്ടിൽ തന്നെ ഓ സൈനബ, അതും ഓ സൈനബ ഉണ്ട്. ആ ഒരു ബ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഈ ഉറുദുവിലൊരു നൂൻ എന്ന് പറഞ്ഞിട്ടൊരു കുത്തിടും. അതുപോലത്തെ ഒരു ചെറിയൊരു കുനുപ്പുണ്ട് അതിൽ. ആ കുനുപ്പ് വന്നപ്പോഴാണ് അതിന് കൂടുതൽ അങ്ങനെയൊക്കെ വന്നതാണത്. ആ പാടിക്കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി. അത് ജയനും നോട്ട് ചെയ്ത് കാണൂല. പക്ഷെ ജയന് മൊത്തത്തിൽ അതിൻ്റെ ആവശ്യം അതേ ഉള്ളൂ. അതായത് ആ ഫ്രെയിം വളരെ കറക്റ്റ്, ആ എക്സ്പ്രഷൻ വരുമ്പോഴേക്കും യു വിൽ ബി ഹാപ്പി. അപ്പോൾ ഞാനത് പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ശരിയാണല്ലോ, ഇങ്ങനെ ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ടല്ലോ, മധുരം ഇട്ട് കൊടുത്തു. അതെ. ഓ ഓ സൈനബ അഴകുള്ള സൈനബ. പിന്നെ ഒന്ന് ഇപ്പോൾ ഇതൊരു വലിയൊരു എല്ലാവരും ഇതിപ്പോൾ നമ്മൾ പാടുന്നു ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് പാടുന്നു. ഈ ഓ സൈനബയിൽ ഓ സൈനബ ഈ എക്സ്പ്രഷൻ നമ്മൾ മാറ്റണം ആദ്യം. നമ്മളിപ്പോൾ ഏതൊരു സന്തോഷമായിട്ട് പാടുന്ന പാട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഓ സൈനബ അഴകുള്ള സൈനബ, ഇതിൽ സന്തോഷം എന്ന് പറയുന്നത് ഇവിടുന്നും വരില്ല, മുഖത്തും വരുന്നില്ല. അപ്പം നമ്മൾ ആദ്യമേ ഒരു ഹാപ്പി മൂഡ് ഉണ്ടാക്കിയിട്ട് വേണം പാടാൻ. ആർട്ടിഫിഷ്യലാണത്. ഓ സൈനബ അഴകുള്ള സൈനബ ഓവർ ആയിട്ട് ചെയ്താലേ അവിടെ ഇതൊരു ടെക്നിക് ഫോർ ദ യങ്സ്റ്റേഴ്സ്. ദേ ഹാവ് ടു സിങ് വിത്ത് ദ ഹാപ്പി. അതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇങ്ങനെയല്ല. ഓ ഇത് ദാസേട്ടൻ പറഞ്ഞല്ലോ നല്ലോണം തുറന്നൊക്കെ പാടിയേക്കാം. അതല്ല. അപ്പോൾ താങ്ക് യു കുട്ട. വന്നത് വളരെ തിരക്കുന്നതാണ് കുട്ടൻ വന്നത്. റെക്കോർഡിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്നാണ്. ദാസേട്ടനായതുകൊണ്ട് മാത്രം നമ്മളോടൊപ്പം ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ വന്നതിന് കുട്ടന് വളരെ നന്ദി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനാണ് അങ്ങോട്ട് നന്ദി പറയുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ദാസാറിൻ്റെ കൂടെ ഒരു വേദിയിൽ ഇരിക്കാൻ കഴിയുക എന്നുള്ളത്
വലിയൊരു ഓണറായിട്ട് എടുത്തത്. പ്രത്യേകിച്ച് ഞാൻ അതിനെ നിനക്ക് നന്ദി പറയേണ്ടത് നിൻ്റെ അമ്മയോട്. അമ്മയുടെ ആ പ്രാർത്ഥന, അമ്മയുടെ ആഗ്രഹം, ആ മകനെയും കൊണ്ട് ഒരു അച്ഛൻ എന്നെ വളർത്തിയതുപോലെ തന്നെയാണ് ഈ സംഗീതത്തിന് വേണ്ടി അമ്മ സമയം കളഞ്ഞിട്ടുള്ളത്. എനിക്ക് നല്ലോണം അറിയാം.